എല്ലാവരുടെ സ്വഭാവം ഒരുപോലെ ആയിരിക്കൂല. ഈ പലരും പല വാപ്പാടെ മക്കളാണ്, പല ഉമ്മയുടെ വയറ്റിൽ നിന്ന് വന്നവരാണ്, പല ബ്ലഡാണ്, പല ഭാര്യമാരുള്ളവരാണ്, പല മക്കളുള്ളവരാണ്. എല്ലാരും ഒരു വീട്ടിൽ തന്നെ എന്തെല്ലാം പ്രശ്നങ്ങൾ നടക്കുന്നു. ഒരു തെങ്ങിൽ തന്നെ എത്രയോ മോഡലുള്ള തേങ്ങയുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടാകുമ്പോ നമ്മൾ എപ്പോഴും മുള്ളംപന്നിയുടെ ഒരു കഥയുണ്ട്. എന്താണെന്നറിയോ? കാട്ടിലെ മൃഗങ്ങൾക്ക് കഠിനമായ തണുപ്പ് ബാധിച്ചു. കടുവയും പുലിയും ആനയും സിംഹവും ഒക്കെ ചേർന്ന് തോളോട് തോള് ചേർന്ന് കെട്ടിപ്പിടിച്ച് നിന്നപ്പോ തണുപ്പ് മാറി. കെട്ടിപ്പിടിച്ചിരിക്കുമ്പോ അങ്ങനെയല്ല തണുപ്പ് മാറ്റാൻ, അങ്ങനെ തണുപ്പ് മാറാൻ വേണ്ടി കെട്ടിപ്പിടിച്ചു നിന്നു. പക്ഷെ അതിൽ മുള്ളംപന്നിക്ക് മാത്രം കെട്ടിപ്പിടിക്കാൻ പറ്റിയില്ല. കാരണം മുള്ളംപന്നി കെട്ടിപ്പിടിക്കുമ്പോ ഈ പന്നിയുടെ മുള്ള് അപ്പുറത്തെ മുള്ളംപന്നിയുടെ ദേഹത്തുകൊണ്ട് അത് മുറിവുണ്ടാവും, ചോര ഒഴുകും. അപ്പുറത്തെ മുള്ളംപന്നിയുടെ മുള്ള് ഇപ്പുറത്തെ മുള്ളംപന്നിയുടെ ദേഹത്തുകൊണ്ടിട്ട് ഇതും കീറിയിട്ട് ചോര പൊടിയുന്നു. അങ്ങനെ മുള്ളംപന്നികൾ മാത്രം മാറി മാറി നിന്നു. ബാക്കി എല്ലാ മൃഗങ്ങൾക്കും തണുപ്പിനെ പ്രതിരോധിച്ചു. അവസാനം അവരൊക്കെ രക്ഷപ്പെടുകയും മുള്ളംപന്നികൾ ഓരോന്ന് തണുപ്പടിച്ച് മരിച്ചു വീഴുന്ന കണ്ടിട്ട് മുള്ളംപന്നി ഒരു തീരുമാനം എടുത്തു, നമുക്ക് ഇച്ചിരി വേദന സഹിച്ചാലും കുഴപ്പമില്ല, കെട്ടിപ്പിടിക്കാം. അങ്ങനെ മുള്ളംപന്നികളൊക്കെ കെട്ടിപ്പിടിച്ചു. കെട്ടിപ്പിടിക്കുമ്പോ ഒരു മുള്ള് മറ്റേ മുള്ളംപന്നിയുടെ ദേഹത്ത് കൊണ്ടിട്ട് മുറിയുന്നുണ്ട്. അത് കടിച്ച് പിടിച്ചുകൊണ്ട് തണുപ്പിനെ പ്രതിരോധിച്ച് കുറച്ച് ചോര ഒഴുകിയെങ്കിൽ എന്താ, കുറച്ച് മുള്ളൊടിഞ്ഞെങ്കിൽ എന്താ, വേദന സഹിച്ചെങ്കിൽ എന്താ, ഒരിക്കലും തണുത്ത് മരിച്ചില്ലല്ലോ. അങ്ങനെ തണുപ്പിനെ പ്രതിരോധിക്കാൻ നിന്നു. നമ്മുടെ ഇടയിൽ പല മുള്ളുകളും ഉണ്ടാവും, പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പല സ്വഭാവമല്ലേ നമ്മള്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ആ ചോര പൊടിയുന്നത് നമ്മൾ കണ്ടില്ലെന്ന് നടിച്ച്, മുള്ളു പൊട്ടിപ്പോകുന്നത് കണ്ടില്ലെന്ന് നടിച്ചിട്ട് നമ്മൾ കൃത്യമായി ആ നിലയിൽ നമ്മൾ തണുപ്പിനെ പ്രതിരോധിച്ചാൽ നമുക്ക് ജീവിക്കാൻ കഴിയും.